ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. ധനുക്കൂറിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ചാരഫലമാണ് പറയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 16-ാം തീയതി വരെ സൂര്യൻ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം മിഥുനൻ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. 26-ാം തീയതി വരെ ശുക്രൻ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും ചൊവ്വ 28-ാം തീയതി വരെ ചിങ്ങൻ രാശിയിലും അതിനുശേഷം കന്നി രാശിയിലും സ്ഥിതി ചെയ്യുന്നു. കുംഭത്തിൽ രാഹുവും ചിങ്ങത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഈ കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ അനുകൂലമല്ല. അധികാരികളിൽ നിന്നും ചില പ്രതികൂല ഉത്തരവുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളുടെ അനിഷ്ടം മൂലം ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ദീർഘസഞ്ചാരം കൊണ്ട് ശാരീരികമായ ക്ലേശം അനുഭവിക്കാൻ ഇടയാകും. ഈ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതി നേടേണ്ടതാണ്. ധാര കഴിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വളരെ അനുകൂലമാണ്. ഈ കൂറുകാർക്ക് പൊതുവെ ഈശാനുഗ്രഹം കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കാര്യസിദ്ധി, ധനലാഭം, സ്ഥാനാന്തര പ്രാപ്തി, കുടുംബസുഖം ഇതൊക്കെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ലഭിക്കുന്നതാണ്. ധനപരമായ ബാധ്യതകളെല്ലാം തീർത്ത് വളരെ അനുകൂലമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഈ കൂറുകാർക്ക് മാറുവാൻ കഴിയും. വളരെ കാലമായി ലഭിക്കാതെയുള്ള കടങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ ഉയർച്ച ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകളും സ്ഥലമാറ്റവും ലഭിക്കുവാൻ അനുകൂല സമയമാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ഉയർന്ന പദവികൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ രംഗത്തും തങ്ങളുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കും. മറ്റുള്ളവരുടെ പ്രീതി നേടുവാൻ അവസരം ലഭിക്കുകയും അതുമൂലം ചില അവാർഡുകളും സമ്മാനങ്ങളും നേടുവാനും ഇടയാകും. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും വളരെ അനുകൂലമാണ്. സമസ്ത മേഖലയിലും വിജയം കൈവരിക്കാൻ ഈ കൂറുകാർക്ക് അവസരം ലഭിക്കും. പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ ഉണർവോടെ മുന്നേറുവാൻ ഈ കൂറിൽ ജനിച്ചവർക്ക് കഴിയുന്നതാണ്. സാമ്പത്തികമായ നേട്ടം കൈവരും. രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം നേടും. ദാമ്പത്യ സുഖവും സന്താന സൗഖ്യവും അനുഭവിക്കാൻ ഇടവരും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. വിശിഷ്ട വസ്ത്രങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ അനുകൂലമായ സമയമാണ്. വിവാഹ ആലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പുതിയ വീടുകൾ വയ്ക്കുവാനും വാഹനം വാങ്ങുവാനും വസ്തു വാങ്ങുവാനുമുള്ള അനുകൂല സമയമാണ്. 28-ാം തീയതി വരെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അനുകൂലനല്ല. സാമ്പത്തികമായ നഷ്ടങ്ങളും ചില രോഗ ദുരിതങ്ങളും ശത്രുക്കളിൽ നിന്നും ഉപദ്രവവും ഒക്കെ ഉണ്ടാക്കുവാൻ ഈ ചൊവ്വയുടെ 9-ലെ സ്ഥിതി കാരണമാകും. എന്നാൽ 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വിപരീത ഭേദം ചെയ്ത് ഈ ചൊവ്വയുടെ ദോഷഫലത്തെ ഇല്ലാതാക്കും. മറിച്ച് ധാരാളം ഗുണാനുഭവങ്ങൾ ഈ ചൊവ്വയെ കൊണ്ട് അനുഭവിക്കാൻ ഇടവരും. കാര്യ വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിഘ്നം കൂടാതെ സാധിച്ചെടുക്കുവാൻ കഴിയും.
പിതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാവും. 28 ശേഷം ഈ കൂറിൽ ജനിച്ചവർക്ക് വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും. സാമ്പത്തികമായ ഒരു കുതിച്ചുചാട്ടത്തിന് അവസരം ഉണ്ടാവും. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അനുകൂലമല്ല. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയുമായിട്ട് നിരന്തര കലഹത്തിന് കാരണമാകും. അന്യദേശ വാസത്തിനും യോഗമുണ്ട്. എന്നാൽ ജൂലൈ 13 മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങളെ ചെയ്യുന്നതല്ല. കൂടുതൽ ഗുണഫലങ്ങൾ ഈ ശനിയെ കൊണ്ട് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ആശ്വാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുവാനും ഭാര്യ-ഭർതൃബന്ധം മെച്ചപ്പെടുത്തുവാനും അവസരം ലഭിക്കും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി വളരെ അടുത്ത് ഇടപെടുവാനുള്ള അവസരം ഉണ്ടാകും. പൊതുവെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. 26-ാം തീയതി വരെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അതിനുശേഷം 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രനും അത്ര അനുകൂലമല്ല. സ്ത്രീകൾ മുഖാന്തരം ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കുവാനും മാനഹാനി നേരിടുവാനും സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ചില തടസ്സങ്ങളും സാമ്പത്തികമായ നഷ്ടങ്ങളുമൊക്കെ വരുവാനും സാധ്യതയുണ്ട്. ഈ ദോഷങ്ങളൊക്കെ മറികടക്കാനായി ലക്ഷ്മി ദേവിക്ക് താമരമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഗുണഫലങ്ങളും നൽകുന്നതാണ്. വളരെ അഭിമാനിയായി പേരും പ്രശസ്തിയും വർദ്ധിപ്പിച്ച് സമൂഹത്തിൽ ജീവിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. ധനപരമായ വലിയ നേട്ടം സംഭവിക്കും. എല്ലാ രംഗത്തും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ സഹോദരന്മാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറേണ്ടതാണ്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഗുണഫലങ്ങൾ നൽകുന്നില്ല. പിതാവിൻ്റെ ബന്ധുക്കൾക്കും ചില അരിഷ്ടതകൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പിതൃ സ്വത്തുക്കൾക്ക് ചിലപ്പോൾ നാശം സംഭവിക്കാനും ഇടയായേക്കാം. മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഹുവിൽ നിന്നും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനും കേതുവിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനും ഗണപതിക്ക് നാളികേരം ഒടിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.